അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ആസിഫ് അലിയെ അവഗണിക്കുന്നു. ആസിഫ് അലിയെ കണ്ടമട്ട് നടിക്കുന്നില്ല. അതിനുശേഷം ജയരാജനെ വിളിക്കുന്നു. ജയരാജിൽ നിന്ന് ഹൃദയപൂർവ്വം ഈ പറയുന്ന പുരസ്കാരം മൊമന്റോ ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം വേദിയിലേക്ക് തിരിഞ്ഞ് അതിന്റെ ചിത്രം, അതിന് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ജയരാജനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴൊക്കെ ആസിഫ് അലി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ശ്രീ ജോസ് തോമസ്, ജയരാജ് യഥാർത്ഥത്തിൽ വരാൻ പാടുണ്ടായിരുന്നോ അങ്ങോട്ടേക്ക്? അവിടെയാണ് എനിക്ക് ജയരാജിനോടുമുള്ള ഒരു വിയോജിപ്പ്. ജയരാജിനെ വിളിച്ചത് സ്വീകരിക്കാൻ പുള്ളി തയ്യാറാവുമ്പോൾ ജയരാജ് ചെയ്യേണ്ടത് ഇത് ആസിഫ് അലിയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ജയരാജ് ചെയ്യേണ്ടത്. അതാണ് ശരിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ആസിഫ് അലിക്ക് എത്രമാത്രം ഇൻസൾട്ട് ആയിട്ടുണ്ട് എന്ന് ഈ പറയുന്ന എല്ലാവരും, ഇതിൽ രാഷ്ട്രീയം കാണുകയോ അല്ലെങ്കിൽ ജാതി മതചിന്തകൾ കാണുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. അത് അങ്ങനെ ചിന്തിച്ചു പോയാലും തെറ്റു പറയാൻ പറ്റില്ല. കാരണം ആസിഫ് അലി വരുമ്പോൾ അദ്ദേഹത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, ജയരാജ് വരുമ്പോൾ അത് മാറുന്നു, കെട്ടിപ്പിടിച്ച്. അത് ഒന്നിച്ച് വർക്ക് ചെയ്ത സംവിധായകനായതുകൊണ്ടായിരിക്കും, അല്ലെ മുൻപരിചയം കൊണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു സംഗീതജ്ഞൻ അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു. ആ മാപ്പ് നേരത്തെ ആകാമായിരുന്നു, അത് പോട്ടെ, ഇപ്പോഴെങ്കിലും പറഞ്ഞു. പക്ഷേ ഇവിടെ ഹാഷ്മി പറഞ്ഞതുപോലെ ആ മാപ്പിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് പോലും, കാരണം സോഷ്യൽ മീഡിയ ഇത്രയും എടുത്തിട്ട് അലക്കാൻ തുടങ്ങിയപ്പോൾ എന്നാൽ ഒരു മാപ്പിലങ്ങ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചു തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാർക്കറ്റിനെയും ഇതൊരു ഇൻഡസ്ട്രി ആണല്ലോ ശ്രീ ജോസ് തോമസ് എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധിതമാക്കുന്ന ഇൻഡസ്ട്രിയാണ്. അതൊക്കെ ബാധിക്കും എന്ന ആശങ്ക കൂടി അതിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ വേദിയിലിരിക്കുന്ന ഇന്ദ്രിയത്തടക്കമുള്ളവർ മുഖത്ത് എംബ്രാസ്മെന്റ് പ്രകടമാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നു അവിടെ ആസിഫ് അലി അവഗണിക്കപ്പെട്ടു എന്ന മനുഷ്യനാണ്. അവിടെ ഒരു അഭിനേത്രി വന്ന് ഷേക്കാൻ കൊടുക്കുന്നുണ്ട് വന്നിരിക്കാൻ തുടങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം രമേശ് നാരായണന് മാത്രം അപ്പോൾ മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇത് വിവാദമാകുമ്പോൾ മാപ്പ് എന്നൊക്കെ പറയുന്നത്, എന്ന് പറയുമ്പോൾ പോലും ഉപാധികളില്ലാതെ മാപ്പ് പറയുന്നത് സ്വാഗതാർഹവുമാണ് ജോസ് തോമസ്, അല്ലേ? അത് സ്വാഗതാർഹമാണ്. പക്ഷേ ഇതിനു മുമ്പും ഇദ്ദേഹം ഇതേപോലെയുള്ള കാര്യങ്ങൾ പല ചടങ്ങുകളിലും അദ്ദേഹം ചില ധാർഷ്ട്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്ന് തിരുവനന്തപുരത്തു നിന്നൊക്കെ പലരും എന്നെ വിളിച്ച് പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈചിത്ര്യമായിരിക്കാം. അദ്ദേഹം എന്തും ചെയ്യട്ടെ. ഇവിടെ ആ പ്രോഗ്രാമിൽ തന്നെ വിനീത് എന്ന് പറയുന്ന എത്രയോ വർഷമായി മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ പറ്റിയില്ല, മൈക്ക് കൊടുത്തില്ല ആങ്കർ. അങ്ങനെ ചില അബദ്ധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് MD സാറിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ശ്രീ ജോസ് തോമസ്, ഇതിൽ രമേശ് നാരായണന്റെ ആ ചെയ്തി അങ്ങേയറ്റം എന്താണ് അപഹാസ്യമാണ് അല്ലെങ്കിൽ മ്ലേച്ഛമാണ് എന്ന് തള്ളി പറയുമ്പോൾ പോലും രമേശ് നാരായണൻ പറയുന്നു ബാക്കി എല്ലാവരെയും വിളിക്കുന്നു, എന്നെ മാത്രം വേദിയിലേക്ക് ക്ഷണിച്ചില്ല. അതിനുശേഷം ഞാൻ MDയുടെ മകളോട് പറയുമ്പോൾ എൻ്റെ പേര് വിളിക്കുന്നത്, അതിൽ പേര് വിളിക്കുമ്പോൾ എൻ്റെ പേര് മാറി പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ആ സമയം രമേശ് നാരായണനും വൃണിതനാണ്, ഹർട്ടാണ്. ശരി, അദ്ദേഹത്തിൻ്റെ ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നത്. അവിടെ ഒരു ഷോ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് അദ്ദേഹത്തിന് അറിയേണ്ട കാര്യമില്ല. പേര് ലിസ്റ്റ് തന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേരെഴുതി തന്നിട്ടില്ല, ഒന്നുമില്ല. പെട്ടെന്ന് രമേശ് നാരായണൻ എന്ന് വന്ന് പറയുമ്പോൾ, ഞാൻ ആങ്കറോട് അത് പറയുമ്പോൾ അവർ കേട്ടത് സന്തോഷ് നാരായണൻ എന്നാണ്. സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു രമേശ് നാരായണൻ എന്ന് പറഞ്ഞു, ഉടനെ തിരുത്തി. ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്രയും സീനിയറായ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു മ്യൂസീഷ്യൻ, അദ്ദേഹം അവിടെ എളിമ കാണിക്കേണ്ടതാണ്, അല്ലെ അത് അപ്പോൾ തന്നെ ക്ഷമിക്കേണ്ടതാണ്. പേര് മാറ്റി പറഞ്ഞത് അതിലങ്ങ് വികാരാധീനാവേണ്ട കാര്യമൊന്നുമില്ല. പുതുതലമുറയ്ക്ക് ചിലപ്പോൾ ഈ കുറച്ച് സീനിയറായിട്ടുള്ളവരുടെ പേര് അറിഞ്ഞെന്ന് വരില്ല. ഞാൻ ഒരു വലിയ ഹിറ്റ് സിനിമ ചെയ്തതിന് ശേഷം ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ അവതാരകൻ, സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞ എന്നെ ലാൽ ജോസ് എന്ന് സംബോധന ചെയ്തിട്ടാണ് പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ പറഞ്ഞു ഞാൻ ലാൽ ജോസ് അല്ല ജോസ് തോമസ് ആണെന്ന് പറഞ്ഞ് തിരുത്തുകയുണ്ടായി. അതൊന്നും വയലൻ്റായിട്ട് കാര്യമില്ല. അത് നമ്മൾ അംഗീകരിക്കുക, എല്ലാവരെയും അറിയണമെന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും രമേശ് നാരായണൻ ആസിഫ് അലിയോട് ചെയ്തത് തികച്ചും തെറ്റാണ്, പ്രതിഷേധിക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് സോഷ്യൽ മീഡിയ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ കഴിയില്ല.